അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയുന്നത് ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഈ സൂറത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സൂറത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നടക്കാതിരിക്കുന്ന ഏതൊരു ആഗ്രഹവും ഏറെക്കാലത്തോളം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചൊല്ലുമ്പോഴും വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യണം. നല്ല ഈമാനോടെ, നല്ല ഇഖ്ലാസോടു കൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണം, ഇന്ന് ചിലർ ഒരു കാര്യം കേട്ട് കഴിഞ്ഞിട്ട് അത് വേഗം തന്നെ നടന്നു കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്നുണ്ട് ചെയ്തു നോക്കും. അങ്ങനെയല്ല, നമ്മൾ ഓരോ കാര്യവും നല്ല ആത്മാർത്ഥതയിൽ, നല്ല ഈമാനോട് കൂടെ നല്ല ആത്മാർത്ഥതയിൽ വേണം ഓരോ കാര്യവും ചെയ്യാനായിട്ട്. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ സൂറത്ത് 3 ദിവസം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മുടെ ആ ആഗ്രഹം, നടക്കാതിരിക്കുന്ന ആ ആഗ്രഹം എന്താണോ അത് അല്ലാഹു തആല നമുക്ക് നടത്തി തരുന്നതാണ്. ഒരുപാട് ആളുകൾ കടം കൊണ്ടായാലും ദാരിദ്ര്യം കൊണ്ടായാലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളുടെ കല്യാണം ശരിയാവാതെ നിൽക്കുന്നവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് പലർക്കും. ഞാൻ ഈ പറയുന്ന സൂറത്ത് ഏതാണ്? ആ സൂറത്ത് സൂറത്തുൽ ഫത്ഹ്. വളരെ പ്രാധാന്യം നിറഞ്ഞ മഹത്വമേറിയ ഒരു സൂറത്താണ്. ഇത് നമ്മൾ 21 തവണ വീതമാണ് ഓതേണ്ടത്. സൂറത്തുൽ ഫത്ഹ് 21 തവണ 3 ദിവസം കൊണ്ട് നമ്മൾ ഓതി തീർക്കുക. ഒരുപാട് പേർക്ക് അനുഭവമുള്ള, ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണിത്. എല്ലാവരും ചെയ്തു നോക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോകാനും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.